ജാതി വിവേചനത്തിനും മതവിവേചനത്തിനും വർഗ വിവേചനത്തിനുമെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി. അടുത്തിടെ അഞ്ചരക്കണ്ടിയിൽ സംഭവിച്ച ആത്മഹത്യ, അതിദാരുണമായ ആ ഒരു മരണം കേരളത്തെ ആകെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. നിറത്തിൻ്റെ പേരിലും സമുദായത്തിൻ്റെ പേരിലും തൊഴിലിൻ്റെ പേരിലുമൊക്കെ അധിക്ഷേപം സഹിച്ച ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി, BDS വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അതിൻ്റെ ആ വാർത്തയുടെ ഭീകരത അല്ലെങ്കിൽ അതിൻ്റെ ഭയാനകത ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി. ഡോക്ടർ BR അംബേദ്കറുടെ ജയന്തി ആഘോഷിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഭരണഘടനാപരമായി എല്ലാ സംരക്ഷണവും ലഭിക്കേണ്ട ഒരു വിദ്യാർത്ഥിക്ക് ജാതി വിവേചനത്തിന്റെയും വംശീയ അധിക്ഷേപത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ജിതിൻ രാജ് മാനേജ്മെന്റിന്റെ കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയ വ്യക്തിയല്ല, മറിച്ച് എൻട്രൻസ് പരീക്ഷയിൽ വിജയിച്ച് അഞ്ചരക്കണ്ടി കോളേജിൽ അലോട്ട്മെന്റിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥിയാണ്. അപ്പോൾ നീറ്റ് പരീക്ഷയിൽ MBBS പാസ്സായി MBBS പഠിച്ച് ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ച് നീറ്റ് പരീക്ഷയ്ക്ക് എല്ലാ തരത്തിലുള്ള കഠിനാധ്വാനം നടത്തി ആ പരീക്ഷ പാസ്സായി അവസാനം ഡെന്റൽ കോഴ്സ് പഠിക്കാനാണ് അവസരം ലഭിച്ചത്. അതിനുള്ള മാർക്കാണ് നേടിയത്. ഒരു പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി നീറ്റ് പരീക്ഷയിൽ പങ്കെടുത്ത് വിജയിക്കണമെങ്കിൽ അവന്റെ ജീവിത സാഹചര്യങ്ങൾ, അവന്റെ വീട്ടിലെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകളെല്ലാം മാധ്യമങ്ങൾ തന്നെ മനസ്സിലാക്കിയതാണ്. സ്വന്തമായി വീടില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അച്ഛൻ പെയിന്റിംഗ് ജോലിക്ക് പോകുന്ന ഒരാളാണ്. അമ്മ പലതരത്തിലുള്ള രോഗങ്ങളാൽ ചികിത്സയിൽ കഴിയുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയാണ് നീറ്റ് പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്ത് BDS പഠിക്കാനുള്ള അവസരം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷയായിരുന്നു നിതിന്റെ വിദ്യാഭ്യാസവും. ഡോക്ടറായി കാണണമെന്ന് ആഗ്രഹിച്ച മാതാപിതാക്കൾക്ക് അത് ആ വിദ്യാർത്ഥിയുടെ മൃതദേഹം കാണുവാനുള്ള ഭാഗ്യമാണ്, അല്ലെങ്കിൽ മൃതദേഹം കണ്ടു പൊട്ടിക്കരയാനുള്ള അവസരമാണ് ഉണ്ടായത്. ഇത് കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ശക്തവും കർശനമായ നടപടിയുണ്ടാകും. ഈ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കണം. ഈ കോളേജ് ഇനി അവിടെ തുടരാൻ പാടില്ല. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മറ്റേതെങ്കിലും കോളേജിലേക്ക് അവരെ മാറ്റുന്നതാണ് ഉചിതം. അതല്ലെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളുടെ പഠന കാലാവധി തീരുന്നവരെ മാത്രം അംഗീകാരം നൽകുകയും പിന്നീട് ഈ കോളേജ് അവിടെ പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ പറയാൻ കാരണം ശക്തമായ നടപടികൾ ഇല്ലെങ്കിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ, കേരളത്തിന് അപമാനകരമായ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ശാസ്ത്രീയ മെഡിക്കൽ കോളേജുകളും മറ്റ് കോളേജുകൾക്കും എന്തുമാകാം, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും മാനേജ്മെന്റിനും എന്തുമാകാം എന്നുള്ള ധാർഷ്ട്യം, അതാണ് അഞ്ചരക്കണ്ടി കോളേജിൽ നടക്കേണ്ടത്. ഇതിന് സമാനമായ ഒട്ടനവധി സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജാതീയമായ അധിക്ഷേപം, വംശീയ അധിക്ഷേപം, അധ്യാപകരുടെ പീഡനങ്ങൾ. പക്ഷെ ഇതിനൊന്നും
കർശനമായ നടപടി ഉണ്ടാവുകയോ അത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവരും വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന അതിന്റെ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കേരളത്തിൽ ഇത് വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ കോളേജ് ഇനി തുടരണമോ? ഈ ഡെന്റൽ കോളേജ് കേരളത്തിന് ആവശ്യമുണ്ടോ? ഇത്തരത്തിലുള്ള വംശീയാധിക്ഷേപവും ജാതീയമായ അതിശയം നടത്തിയ അധ്യാപകർ പഠിപ്പിക്കുന്ന കോളേജ് ഇനി കേരളത്തിൽ വേണം എന്ന് ആലോചിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കണം, ബദൽ സംവിധാനം ആലോചിക്കണമെന്നാണ് എനിക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, അത് സ്കൂളുകളിലാകട്ടെ, കോളേജുകളിലാകട്ടെ, മറ്റ് പ്രൊഫഷണൽ കോളേജിലാകട്ടെ, നിരന്തരമായ ജാതീയ അധിക്ഷേപവും അത് വംശീയ അധിക്ഷേപം നടക്കുന്നു എന്നുള്ളത് നമ്മൾ പല ഘട്ടങ്ങളിൽ കേട്ടിട്ടുള്ളതാണ്. നമുക്ക് അത് നേരിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകാത്തത് കൊണ്ടാണ് ഈ സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നടക്കുന്ന ഇത്തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായ നടപടികൾക്ക് ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ എൻക്വയറി, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തണം. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. കണ്ണൂർ റൂറൽ SP നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രസ്താവന അനുചിതമായി പോയി. അദ്ദേഹം ഓൺലൈൻ ലോൺ എടുത്തപ്പോൾ അത് തിരിച്ചറിയാത്തത് കൊണ്ട് ആ ഓൺലൈനിൽ സപ്പോർട്ടിംഗ് ആയി നിന്ന ടീച്ചറുടെ അടുത്തേക്ക് ഈ ഓൺലൈൻ സ്ഥാപനത്തിന്റെ ഫോൺ ചെന്നു. അതിനെ തുടർന്നാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്തതെന്നാണ് കണ്ണൂർ റൂറൽ SP പറഞ്ഞിരിക്കുന്നത്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അതിന്റെ ജില്ലയിലെ ഒരു പോലീസ് മേധാവി ഈ സംഭവം നടന്ന് 2 ദിവസങ്ങൾക്കകം ഇത്തരം ഒരു ഫൈൻഡിങ്സിലെത്തിയത് നിർഭാഗ്യകരമായി പോയി എന്നാണ്. ഇത് പ്രതികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നിതിൻ രാജ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോളേജ് അധികൃതർ പാരന്റ്സിനെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയേണ്ടതായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പരാതി കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ ടീച്ചറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കണ്ണൂർ SP എങ്ങനെയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാരണം കണ്ടെത്തിയത് എന്നതിനെ സംബന്ധിച്ച് സംശയമുണ്ട്, ദുരൂഹതയുണ്ട്. ധൃതി പിടിച്ച് കണ്ണൂർ SP ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയതിന്റെ പിന്നിൽ എന്താണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് ഗൗരവമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിതിൻ രാജിന്റെ കുടുംബം വളരെ പാവപ്പെട്ട കുടുംബമാണ്. വാടകയ്ക്കാണ് അവർ കഴിയുന്നത്. സ്വന്തമായൊരു വീടില്ല. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് മതിയായ കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം വേണം എന്ന കാര്യത്തിൽ 2 പക്ഷമില്ല. അതുകൊണ്ട് നിതിൻ രാജിന്റെ പഠിച്ച് ഡോക്ടറായി, ഡെന്റൽ ഡോക്ടറായി ആ വരുമാനം കൊണ്ട് ജീവിക്കാവുന്ന പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ കുടുംബത്തിന് ഉണ്ടായ നഷ്ടം അതൊരിക്കലും
നികത്താവുന്നതല്ല. എത്രയൊക്കെ കോമ്പൻസേഷൻ കൊടുത്താലും നികത്താവുന്നതല്ല. എങ്കിൽ പോലും ആ കുടുംബത്തെ സഹായിക്കുവാൻ ആ കോളേജ് മാനേജ്മെന്റിന് ഉത്തരവാദിത്വമുണ്ട്. അതവർ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെയുണ്ടായ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ കോളേജ് മാനേജ്മെന്റ് നിരുത്തരവാദപരമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇതിന്റെ മൃതദേഹം നാട്ടിൽ കൊണ്ടുവരുന്നതിന് സഹായിക്കുകയോ ചെയ്തിട്ടില്ല. അവരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ നാട്ടിലെത്തിയില്ല. ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇതിന്റെ ബാച്ചിൽപ്പെട്ട കുട്ടികൾ പോലും അവിടെ എത്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ മാനേജ്മെന്റ് സമീപനം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ HOD എന്ന് പറയുന്ന ഇതിന്റെ HOD ഡോക്ടർ റാം, അതുപോലെ തന്നെ മറ്റൊരു അധ്യാപിക, ഇവർ രണ്ടുപേരും പ്രവർത്തിയ കുറ്റക്കാരാണ്. ഇവരാണ് ഇതിനെ പീഡിപ്പിക്കുകയും ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തത് എന്നത് പുറത്തു വന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവരെ ഉടൻ തന്നെ കോടതിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന കൊടിയ ജാതീയമായ വിവേചനങ്ങൾ അത് പോലീസ് സ്റ്റേഷനുകളിൽ നമ്മൾ കണ്ടതാണ്. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദു എന്ന വീട്ടുവേലക്കാരി, പട്ടികജാതിക്കാരിയായ വീട്ടുവേലക്കാരിക്ക് 18 മണിക്കൂർ സമയം പോലീസ് സ്റ്റേഷൻ തടങ്കലിൽ ഇരിക്കേണ്ടി വന്നു എന്നത് കേരളത്തെ വല്ലാതെ ദുഃഖിപ്പിച്ച കാര്യമാണ്. കൊല്ലം ജില്ലയിലെ പന്മനെ സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചികിത്സയ്ക്ക് വന്നപ്പോൾ 5 ദിവസക്കാലം തറയിൽ കിടക്കേണ്ടി വന്നു. പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല. ഹാർട്ട് പേഷ്യന്റായ വേണു മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്റെ കൂട്ടുകാരന് ഭാര്യയ്ക്ക് അയച്ച വോയിസ് മെസ്സേജ് നമ്മളെല്ലാവരും കേട്ടതാണ്. വേണു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ഓട്ടോറിക്ഷ, പാവപ്പെട്ട നിർധനായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. അപ്പോൾ ആരോഗ്യ മേഖലയിൽ, ആശുപത്രികളിൽ ഈ വിഭാഗത്തോട് കാണിക്കുന്ന അവഗണനയും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊഴിലിടങ്ങളിലും ഇതുപോലെയുള്ള വിവേചനം നിലനിൽക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതിന്റെ അത് അവസാനത്തെ ഉദാഹരണമാണ്. അതിനു മുമ്പ് എത്രയോ സംഭവങ്ങൾ. ഇതെല്ലാം ഈ അവസാനം ഉണ്ടായ സംഭവങ്ങളാണ്. ഇതിനു മുമ്പുണ്ടായ സംഭവങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അതെല്ലാം മാധ്യമങ്ങൾക്ക് അറിയാവുന്നത്. കേരളം ഭ്രാന്താലയമെന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ചുവെങ്കിൽ അതിൽ നിന്നൊക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കളും നവോത്ഥാന നായകന്മാരുമായ ശ്രീ നാരായണ ഗുരുദേവനിലൂടെയും അയ്യങ്കാളിലൂടെയും ചട്ടമ്പി സ്വാമികളിലൂടെയും ഒക്കെ നാം അവരുടെ നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കേരളം പ്രാധാന്യത്തിൽ നിന്ന്, ജാതിയുടെ മതത്തിന്റെയും പ്രാധാന്യത്തിൽ നിന്ന് മോചിതമായി എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ ഇന്ന് കേരളത്തിൽ വീണ്ടും വർഗീയതയേക്കാൾ വലിയ സാമൂഹ്യ വിപത്തായി ജാതീയത വളർന്നു വരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിതിൻ രാജിന്റെ ആത്മഹത്യ. അതുകൊണ്ട് തന്നെ ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ഓൺലൈൻ ലോണിന്റെ പേരിൽ ഉണ്ടായ ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്ത് ഈ സംഭവത്തിൽ ആഗ്രഹത്തോടുകൂടി കാണാൻ കഴിയില്ല. ഇത് കേരളം, ജനാധിപത്യ കേരളം ചർച്ച ചെയ്യപ്പെടണം. നമ്മുടെ ഭരണഘടനയിൽ അനുശാസിക്കുന്ന സംരക്ഷണം ലഭിക്കേണ്ട ഒരു വിഭാഗമാണ് അടിച്ചമർത്തപ്പെട്ട വിഭാഗം, പ്രത്യേകിച്ചും അധസ്ഥിത വിഭാഗം, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ. അവർക്ക് എല്ലാ തലങ്ങളിലും നിന്നുണ്ടാകുന്ന പീഡനങ്ങളുടെയും അതോടൊപ്പം തന്നെ അവഗണനയുടെയും അവസാനത്തെ ഉദാഹരണമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ രോഹിത് വെമുലയുടെ
ആത്മഹത്യക്ക് സമാധാനമായി കേരളത്തെ ആകെ ഞെട്ടിപ്പിച്ച ഈ സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണം, അന്വേഷണം നടക്കണം. മേലിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം വിവേചനങ്ങൾ, ഇത്തരം വംശീയമായ ആക്ഷേപങ്ങൾ നടക്കുന്നത് പരിശോധിക്കപ്പെടണം. അത് അവസാനിപ്പിക്കാൻ സ്വകാര്യ മാനേജ്മെന്റുകളും ശാസ്ത്രീയ മാനേജ്മെന്റുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടുതലായി നടക്കുന്ന ഈ സംഭവങ്ങൾ പരിശോധിച്ച് അത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ശക്തവും വ്യക്തവുമായ നടപടി ഉണ്ടാകണം. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമുണ്ടാകണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട അഞ്ചരക്കണ്ടിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഈ അഞ്ചരക്കണ്ടിയിലെ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജ് വളരെയധികം കുപ്രസിദ്ധി ആർജിച്ച മെഡിക്കൽ കോളേജാണ്. ഈ കോളേജിനെതിരെ മുമ്പും ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ശക്തമായ നടപടികൾ ആ മാനേജ്മെന്റിന് എതിരെ എടുക്കാത്തത് കൊണ്ട് ആണ് ഇത്തരം സംഭവങ്ങൾ അവിടെ ആവർത്തിച്ചത്. അതുകൊണ്ട് കർശനമായ നടപടികൾ ഉണ്ടാകണം. തീർച്ചയായും ആ കുടുംബത്തിന് എല്ലാവിധമായ സംരക്ഷണം നൽകാൻ ഗവൺമെന്റ് തയ്യാറാണെന്ന് അഭ്യർത്ഥിക്കുന്നു.